ടിംബക്ടോ, നീ ആരെയാടാ വിളിച്ചോണ്ട് വന്നിരിക്കുന്നത്? ബോസ് ഇവൻ അംബ്രല്ലാമാനാണ്. അതിനിവിടെ മഴയൊന്നും പെയ്യുന്നില്ലല്ലോ. ഇയാളെ വിളിച്ചോണ്ട് പോടാ. എനിക്ക് കൊടയും കൊടച്ചക്രം ഒന്നും ആവശ്യമില്ല. ഇവിടെ മൊത്തം മഴ പെയ്യട്ടെ. എല്ലാവരുടെ കഥയും ഒറ്റയടിക്ക് അവസാനിപ്പിക്ക്. ഞാൻ കുടകൾ വിൽക്കുന്ന വിൽപ്പനക്കാരനല്ല, കുടകളുടെ രാജാവാണ്. രാജാവ്. അംബ്രല്ലാമാൻ 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 അംബ്രല്ലാമാൻ. മാച്ച് ബോക്സ് ഫയർ ചെയ്യ്. നിന്റെ പവർ എന്താണെന്ന് കാണിച്ചു കൊടുക്ക്. എന്റെ പേര് മാഡ് മാക്സ് എന്നാണ്. നിന്റെ ഈ കുടകൾക്ക് എന്റെ ലേസർ ബീമിനെ തടഞ്ഞു നിർത്തുവാൻ സാധിക്കില്ലടാ. ഇപ്പൊ എങ്ങനെയുണ്ട് മാഡ് ബോക്സ്? ഞാൻ ആരാണെന്ന് മനസ്സിലായോ? ഞാൻ കുടകൾ വിൽക്കുന്ന വിൽപ്പനക്കാരനല്ല, കുടകളുടെ രാജാവാണ്. രാജാവ്. എന്റെ കുടകളുടെ പവർ കണ്ടില്ലേ? ലേസർ പ്രൂഫാണ്, ഫയർ പ്രൂഫാണ്, വാട്ടർ പ്രൂഫാണ്. ശരി ശരി, എനിക്ക് മനസ്സിലായി. നീ ശരിക്കും ഒരു വില്ലനാണല്ലേ. നീ ചെന്ന വീർ ദ റോബോബോയുടെ കഥ അങ്ങ് അവസാനിപ്പിക്ക. നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാം. ചെല്ലോ. ഓക്കേ മാഡ് ബോസ്, താങ്ക് യു. എന്റെ പേര് മാഡ് മാക്സ് എന്നാണ്, മാഡ് ബോസ് എന്നല്ല. എന്തൊരു ചൂടായവിടെ. വിയർപ്പ് മഴയിൽ നമ്മളെല്ലാരും നനഞ്ഞോണ്ടിരിക്കുകയാണ്. ശരിക്കും നല്ലൊരു മഴ പെയ്തിരുന്നെങ്കിൽ ക്ലൈമറ്റ് വളരെ ചെല്ലുന്നാകുമായിരുന്നു. അകിടം പകിടം ആലം പാലം ഇക്കിടം തിക്കിടം ദം ദമാദം. ദേ കണ്ടോ ചുൾബുൾ, മഴ വന്നു. മഴയത്ത് കളിക്കേ. ചിണ്ടു, നീ ഇതെന്താ ചെയ്യുന്നേ? ആരെങ്കിലും കണ്ടാ ഇപ്പൊ എന്ത് പറയും? നമ്മുടെ മേളിൽ മാത്രം എങ്ങനെ മഴ പെയ്യുന്നെന്ന് ചോദിക്കില്ലേ? അതാദ്യം ഒന്ന് നിർത്ത്. ശരി, ഓക്കെ. ഫുർസത്ത് ഗഞ്ച് മുഴുവനും ഞാൻ മഴ പെയ്ക്കാം. വണ്ടിയുടെ അമ്മേ, വണ്ടി പുറത്തേക്ക് ഓടിവാ. നാം മഴ പെയ്യുന്നേ. നല്ല ഉഗ്രം മഴ പെയ്തുകൊണ്ടിരിക്കുക. മഴ പെയ്യണ്, മഴ തുള്ളണ്, ആ മഴ പെയ്യണ്, ആ മഴ തുള്ളണ്, ആ മഴ പെയ്യണ. മഴ തുള്ളി എന്ത് പറ്റിയച്ചാ? അയ്യോ, എന്റെ മുതുക് പൊളിഞ്ഞെന്നാ തോന്നുന്നത്. അയ്യോ, കാണാൻ നല്ല രസമുണ്ട്. ചുൾബുൾ, ഇതുപോലെ ആരും വീഴുന്ന കണ്ട് ചിരിക്കരുത്. അത് വളരെ തെറ്റാണ്. വരൂ വരൂ, കടന്നു വരൂ, കടന്നു വരൂ, കടന്നു വരൂ സുഹൃത്തുക്കളെ, കടന്നു വരൂ. ഹലോ ബ്രദർ, ഈ കുടയ്ക്ക് എന്താ വില? ഇവിടെയുള്ള എല്ലാ കുടകളും. ബോസ്, ഒരു ന്യൂസ് കിട്ടിയിട്ടുണ്ട്. വീറിന്റെ സ്കൂളിലുള്ള എല്ലാവരെയും ആ പഴയ ഫോർട്ടിലേക്ക് കൊണ്ടുപോവുകയാണെന്ന്. അവിടെ വളരെ പഴയതും പ്രാചീനവുമായ ശില്പങ്ങളുണ്ടെന്ന്. അതുപോലെ ഒരുപാട് അപൂർവ സാധനങ്ങളുമുണ്ട്. വെരി ഗുഡ്. നീ ഒരു നല്ല മെസ്സേജ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്റെ കൈവശം ഒരു പ്രത്യേകതരം റോബോട്ട് ഉണ്ട്. ആ റോബോട്ട് ഒരു ഡെവിളിനെ പോലെയാണ് പ്രവർത്തിക്കുക. നീ ജനങ്ങൾക്ക് മെസ്സേജ് കൊടുക്കുക. ഇതൊരു ചെകുത്താന്റെ പ്രതിമയാണെന്ന് പറയുക. രാത്രിയിൽ ചില സമയത്ത് അത് ഉണർന്നിരിക്കുമെന്ന് പറയുക. അങ്ങനെ രാത്രിയിൽ അത് ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ വീറ് മൊത്തം കൺഫ്യൂസ്ഡ് ആയി പോകും. ചെകുത്താന്റെ കൂടെ എങ്ങനെയാണ് ഫൈറ്റ് ചെയ്യുന്നത്? അല്ലേ ബോസ്? ചെകുത്താന്റെ കൂടെ വീർ ഫൈറ്റ് ചെയ്യുന്നതിനുള്ള വഴി കണ്ടെത്തുന്നതിന് മുൻപ് ആ ചെകുത്താൻ വീറിന്റെ കഥയങ്ങ് അവസാനിപ്പിക്കും. ഐ എം ഗ്ലാഡ്, വെരി വെരി ഗ്ലാഡ്. ഇവനാണ് ഡേഞ്ചർ ഡെവിൾ. ഇവന്റെ കൈവശം ഒരുപാട് പവേഴ്സ് ഉണ്ട്. പ്രത്യേകിച്ച് അവന്റെ വാൾ അത്ര സ്ട്രോങ് ആണ്. ഇവൻ വീറിനെ എടുത്തിട്ട് തണ്ടം തുണ്ടം വെട്ടി നുറുക്കുന്നതാണ്. ഓക്കേ ഡേഞ്ചർ ഡെവിൾ, എനിക്കൊരു ഡെമോ കാണിച്ചതാ. വാലുകൊണ്ട് നീ മറ്റുള്ളവരെ എങ്ങനെയാണ് പന്താടുന്നതെന്ന് എനിക്കൊന്ന് കാണണം. അത് എത്രയും വേഗം എനിക്ക് കാണിച്ചു തരൂ. അയ്യോ അയ്യോ, ഇതെന്ത് പറ്റി? ബ്രേക്ക് കിട്ടുന്നില്ല. അയ്യോ 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 അയ്യോ, എത്ര ഓടിയിട്ട് വണ്ടി നിൽക്കുന്നില്ല. അയ്യോ, എന്ത് ചെയ്യും? അയ്യോ
വരൂ നമുക്ക് ഇതുപോലെ തന്നെ ഇരിക്കാം. വീര് നമ്മളെ കണ്ടാ ദേഷ്യപ്പെടും. ബണ്ടി എന്തിനാ ഇപ്പൊ പേപ്പർ റോക്കറ്റ് എന്റെ ദേഹത്തോട് വലിച്ചെറിഞ്ഞത്? ഞാൻ എപ്പോഴാ റോക്കറ്റ് എറിഞ്ഞേ? ഞാൻ എറിഞ്ഞതിന് എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ? കൂട്ടുകാരെ, ഞാൻ റോക്കറ്റ് എറിഞ്ഞത് നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച് കണ്ടായിരുന്നോ? ഇല്ലില്ല, ഞങ്ങൾ ആരും അത് കണ്ടില്ല. അത് ഞാനല്ല എറിഞ്ഞത്. ഞാൻ എറിയുന്നത് ആരെങ്കിലും കണ്ടോ? ഇല്ല, ഞങ്ങൾ രണ്ടുപേരും കണ്ടില്ല. എടാ കുട്ടിച്ചാത്തമാരെ, ഇനി നിങ്ങളുടെ കാര്യം പോക്ക. അത് ഇമിലിക്കും വീറിനും അല്ലാതെ വേറെ ആർക്കും കാണാൻ പറ്റില്ല. അകടം പകടം ആലം ഫാലം ഇകിടം തികിടം ദം ദമാദം. അയ്യോ, ഇതെന്താ? ഞാനെന്താ ചെറുതായി പോയോ? ചിണ്ടു, നീ ഇത് എന്ത് പണിയാ കാണിച്ചത്? അവനെ തിരിച്ചു വിളിക്ക്. അവൻ നിന്നെ ടീസ് ചെയ്തോണ്ടിരുന്നതല്ലേ? അതെനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല. ചെല്ല്, നീ തന്നെ പോയി അവനെ തിരിച്ചു കൊണ്ടുവാ. എന്നെ കൊണ്ട് അതൊന്നും പറ്റില്ല. റോബോ ബോയ് സ്യൂട്ട് ഓൺ. എനിക്കിത് എന്താ പറ്റിയേ? അയ്യോ, അയ്യോ, അയ്യോ അമ്മേ, അയ്യോ രക്ഷിക്കണേ, അയ്യോ, അയ്യോ രക്ഷിക്കണേ, അയ്യോ, അയ്യോ, വീർ, ആ റോബോബോ എവിടെ പോയേ? പിന്നെ നീ എങ്ങനെ ഇവിടെ വന്നത്? സ്റ്റുഡൻസ്, ഈ ആഴ്ച ഏറ്റവും നന്നായി ജോലി ചെയ്യുന്നത് ഏതു കുട്ടിയാണോ ആ കുട്ടിക്ക് സ്റ്റുഡൻസ് ഓഫ് ദി വീക്കിന്റെ ട്രോഫി കൊടുക്കുന്നതായിരിക്കും. നല്ല ജോലി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ സഹായിക്കുന്നതും ഒരു തെറ്റായ ജോലി ചെയ്യാതിരിക്കുന്നതുമാണ്. മനസ്സിലായോ? ഓക്കേ. സ്റ്റുഡന്റ് ഓഫ് ദി വീക്കിന്റെ ട്രോഫി ഞാൻ തന്നെ വാങ്ങും. നിങ്ങൾ നോക്കിക്കോ. എന്റെ പ്ലാൻ കേക്കടാ. ഞാൻ ഈ വാഴപ്പഴത്തിന്റെ തൊലിയെടുത്ത് കോറിഡോറിൽ എറിയും. നിങ്ങൾ രണ്ടുപേരും അപ്പ അതുവഴി വന്നിട്ട് അതിൽ ചവിട്ടി സ്ലിപ്പായി വീഴണം. സ്ലിപ്പായി കുറേ ദൂരം പോകുന്ന പോലെ നിങ്ങൾ ആക്ട് ചെയ്യണം. ആ സമയത്ത് ഞാൻ ഓടി വന്ന് നിങ്ങൾ രണ്ടുപേരും രക്ഷിക്കും. ഈ നല്ല കാര്യം ചെയ്തതിന് വേണ്ടിയിട്ട് എനിക്ക് സ്റ്റുഡന്റ് ഓഫ് ദി വീക്ക് ട്രോഫിയും കിട്ടുന്നതായിരിക്കും. We are ready. ആ മിസ്റ്റർ ഖട്കർ, എല്ലാ ഏർപ്പാടുകളും കറക്റ്റ് ആയിട്ട് ചെയ്യണം കേട്ടോ. കുട്ടികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിശപ്പുണ്ടാവുമല്ലോ അല്ലേ? ഇത് കണ്ടോ, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നല്ല ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ക്യാരറ്റ് ഹൽവയോ? താങ്ക് യു അപ്പൂപ്പ. എനിക്ക് ക്യാരറ്റ് മാത്രം കഴിച്ചാൽ മതി അപ്പൂപ്പ. ശരി ശരി, ഓക്കെ ഓക്കെ. ഞാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള ചാറ്റും ക്യാരറ്റും ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് വന്നേക്കാം. ഹലോ, നിനക്ക് കഴിക്കാൻ ക്യാരറ്റ് ഹൽവ വേണോ? താങ്ക് യു, എനിക്കിത് വലിയ ഇഷ്ടാ. എടാ ചിണ്ടു, എന്നെ ശരിക്കൊന്ന് ആഞ്ഞു തള്ളി വിട്. എന്താ ഇത്ര സ്ലോ ആയിട്ട് തള്ളി വിടുന്നത്? അയ്യോ, രക്ഷിക്കണേ, 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 എന്റെ അച്ഛനെ രക്ഷിക്കണേ. രക്ഷിക്കണേ, അയ്യോ, എന്റെ അച്ഛനെ രക്ഷിക്കണേ. രക്ഷിക്കണേ, ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണേ. അങ്കിളിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല. താങ്ക് യു വീർ.
നീ നന്നായി കുതിരസവാരി ചെയ്യുന്നുണ്ടല്ലോ. അയ്യോ. ഏയ് രാജ റാണ റാക്ക, ഇങ്ങോട്ട് നോക്ക്. പെർഫെക്റ്റ് ഫിക്സ്. ഇന്ന് രാത്രി ഫുർസത് ഗഞ്ചില് ഭൂതക്കുരങ്ങന്റെ മെസ്സേജ് എല്ലാവർക്കും പാസ് ചെയ്യണം. അവിടെയുള്ള എല്ലാവരെയും പേടിപ്പിക്കണം. ഞാൻ ആദ്യം എവിടെയെങ്കിലുമൊക്കെ പോയി ഒളിച്ചിരിക്കുന്നതാണ്. രാജ, നീയും എവിടെയെങ്കിലുമൊക്കെ പോയി ഒളിച്ചിരുന്നവരെ പേടിപ്പിക്കണം. എന്നിട്ട് ഞാൻ അവിടുന്ന് എസ്കേപ്പ് ആകും. അതിനുശേഷം ഞാൻ വേറെ ഏതെങ്കിലും സ്ഥലത്ത് ചെന്നെത്തും. ഭൂതമുണ്ടെന്നുള്ള കാര്യം കൺഫേം ആക്കണം. അങ്ങനെ എല്ലാവരും ഭൂതത്തെ കണ്ട് പേടിച്ചോടണം. ആരും പുറത്തു വരില്ല. നമുക്ക് സ്വതന്ത്രമായിട്ട് കൊള്ളയടിക്കുകയും ചെയ്യാം. ടുമോറോ നെവർ കംസ്. രാക്ക, നമ്മൾ ഉടനെ തന്നെ കൊള്ളയടിക്കണം. ആർക്കും ഒരു സംശയവും ഉണ്ടാവില്ല. ഞാൻ ഭൂതക്കുരങ്ങനാണെന്ന് തന്നെ എല്ലാവരും വിശ്വസിക്കും. കുട്ടികളെ, നാളെ ഒരു ടോയ് കമ്പനി അവരുടെ റിമോട്ട് ഓപ്പറേറ്റഡ് ടോയ്സ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു എക്സിബിഷൻ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും തീർച്ചയായും വരണം കേട്ടോ. വരുമ്പോൾ നിങ്ങളുടെ കൂട്ടുകാരെയും കൊണ്ടുവരണം. കുട്ടികളെ, നിങ്ങൾ ബഹളം ഉണ്ടാക്കരുത്. വണ്ടി നീ ക്ലാസ്സിനെ കൺട്രോൾ ചെയ്ത് തരണം കേട്ടോ. മനസ്സിലായല്ലോ? ഓക്കെ സാർ. കൂട്ടുകാരെ, ഞാനിപ്പോ നിങ്ങളുടെ എല്ലാവരുടെ മുമ്പിൽ എന്റെ ടാലന്റ് കാണിക്കാൻ പോവാ. ഞാനിപ്പോ ഇവിടെ യൂട്യൂബ് ഡ്രോയിങ് വരയ്ക്കാൻ പോവാ. വീർ, ചെറിയ ചെറിയ തെറ്റുണ്ടെങ്കിൽ അത് വലിയ കാര്യമാക്കണ്ട കേട്ടോ. നീ ഇത് കണ്ടോ വീർ? വീറിന് പകരം ടീർ. അമ്പ് കണ്ടില്ലേ? വീറിന് പകരം ഞാൻ അമ്പാണ് വരച്ചിരിക്കുന്നത്. നമുക്ക് ഈ ബണ്ടി ഇപ്പൊ തന്നെ ഒരു പാഠം പഠിപ്പിക്കണമല്ലോ. എപ്പൊ നോക്കിയാലും നിന്നെ ഡിസ്റ്റർബ് ചെയ്തോണ്ടിരിക്കാവൻ. നീയൊന്ന് സമാധാനിക്കുമില്ലേ? ഞാൻ ഇപ്പൊ തന്നെ അവനൊരു പാഠം പഠിപ്പിച്ചു കൊടുക്കാം. കൂട്ടുകാരെ, ഡ്രോയിങ് വരയ്ക്കാൻ എനിക്കും ഭയങ്കര ഇഷ്ടമാ. ഞാൻ ഇപ്പൊ തന്നെ ബണ്ടിയുടെ മുഖം വരച്ചു കാണിക്കാം. ചെറിയ ചെറിയ തെറ്റുകൾ സംഭവിച്ചാൽ അത് കാര്യമാക്കണ്ട കേട്ടോ ബണ്ടി. അത് കണ്ടിട്ട് ഒട്ടും എന്റെ മുഖച്ചായ പോലെ തോന്നുന്നില്ലല്ലോ. സോറി, ചെറുതായിട്ടൊരു തെറ്റ് പറ്റിപ്പോയതാ. വിക്ക് പകരം നീ ടീ വരച്ചില്ലേ? ബണ്ടിക്ക് പകരം ഞാൻ ആന്റിയെ വരച്ചു. ബോസ്, ഒരു ന്യൂസ് കിട്ടിയിരിക്കുന്നു. നാളെ വീറിന്റെ സ്കൂളില് ടോയ് കമ്പനീസ് അവരുടെ ടോയ്സ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സിബിഷൻ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന്. എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ചെയ്യ് ബോസ്. വീർ ഒരു കാരണവശാലും ആ എക്സിബിഷനിലേക്ക് പോകാൻ പാടില്ല. എടാ ഒറ്റപ്പല്ലൻ തടിയാ, നിന്റെ ബുദ്ധി വളർന്നില്ലേടാ? എന്നാൽ എന്റെ ബ്രെയിനകത്ത് പുതിയൊരു ബുദ്ധി വളർന്നുകൊണ്ടിരിക്കുക. അവിടെ ചെന്ന് നീ ഒരു ടോയ് സ്റ്റോൾ ഓപ്പൺ ചെയ്യുക. വേണ്ട 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 ബോസ്. വീർ നമ്മുടെ ശത്രുവാണ്. അവന് വേണ്ടി ഞാൻ ടോയ്സ് ഒന്നും എടുത്തോണ്ട് പോവില്ല. എടാ മണ്ണുണ്ണി, അത് വീറിന് കളിക്കാനുള്ളതല്ല, അവന്റെ കഥ അവസാനിപ്പിക്കാനുള്ള ടോയ്സ് ആയിരിക്കും. മനസ്സിലായോ നിനക്ക്? വീറിന്റെ അവസാനം എന്റെ കൈ കൊണ്ടായിരിക്കുമെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. She is right, boss. She is right. ബോസ്, ഇത്രയും സമയമായിട്ട് ആ വീർ ഇവിടെ എത്തിയിട്ടേ ഇല്ല. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? നിന്റെ റോബോട്ട്സിനെ വെച്ച് ആ പിള്ളേരെ പേടിപ്പിക്കടാ. അവരവിടെ നിന്ന് പേടിച്ചുകൊണ്ട് നിലവിളിക്കട്ടടാ. അപ്പോ വീർ എവിടെയുണ്ടെങ്കിലും ഉടനെ ഇങ്ങെത്തില്ലേ? ഓക്കെ ബോസ്.